ഹായ് ദർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് അറിയായിരുന്നല്ലോ നമ്മുടെ ഇസ്രായേലും മിഡിൽ ഈസ്റ്റും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മാർക്കറ്റൊക്കെ ഭയങ്കര വോളറ്റൈലായിരിക്കും. എന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ റേറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടുക, അതൊക്കെ പ്രിഡിക്റ്റബിൾ ആണ്. പക്ഷേ ഭയങ്കര വോളറ്റൈലായിരിക്കും. ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും ഒരു നിശ്ചയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച പോലൊക്കെ കാര്യങ്ങൾ നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഞാൻ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മാർക്കറ്റിൽ നിന്ന് മാറിക്കാണ് ചെയ്യുക. എന്നുവെച്ചാൽ ട്രേഡൊന്നും എടുക്കില്ല, ചുമ്മാ വെറുതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ് നടക്കണത്, ഓ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ, കൊള്ളാം കൊള്ളാം, അങ്ങനെ അത്രേ ഉള്ളൂ. അതും ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുള്ളൂ. അല്ലാണ്ട് എപ്പോഴും നോക്കി വെച്ചിരിക്കണ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് വെച്ച് നോക്കണ മാതിരി നോക്കാറൊന്നുമില്ല. വെറുതെ ചുമ്മാ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ചുമ്മാ ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ നോക്കിയിരിക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്ക് മെയിൻ പരിപാടി എൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ മിന്ത്രയിൽ നിന്നൊരു ഉടുപ്പ് വാങ്ങിച്ച്, എന്നുവെച്ചാൽ ഒരു പ്ലെയിൻ, എന്നുവെച്ചാൽ 1000 റുപ്പീസിന് താഴെയുള്ളൂ കേട്ടോ. സംഗതിക്ക് ആകെ എത്രയാണ്, 650 അത്രയും കണ്ടേ ആയുള്ളൂ. അപ്പോൾ ഞാൻ അത് കാണിച്ചു കേട്ടോ. അത് സ്റ്റൈൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കണ്ടപ്പോൾ നല്ല നല്ലതായിട്ട് തോന്നി. എന്ന് വെച്ചാൽ കോളേജിൽ ഇടാനും പുറത്തേക്ക് ഇടാനും, എന്ന് വെച്ചാൽ ഭയങ്കര പ്ലെയിനാണ്, ഒരു വൈറ്റ് ഓഫ് വൈറ്റ് കളറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ വെച്ച് അല്ലെങ്കിൽ കുറച്ച് നല്ല പോപ്പപ്പ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നന്നായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന, വെച്ചാൽ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് പോലെ എനിക്ക് തോന്നി. ഞാൻ കാണിച്ചു കേട്ടോ. ഇതാണ് ഡ്രസ്സ് ആക്ച്വലി. ഞാനിത് പൊട്ടിച്ചിട്ട് നോക്കിയത്, കാരണം എനിക്ക് അത്രയും സർപ്രൈസുകളും അത്രയും സസ്പെൻസും കണ്ടപ്പോൾ തന്നെ ഇട്ട് നോക്കണം. സാധനം കിട്ടിയപ്പോൾ തന്നെ ഇട്ട് നോക്കണം. പക്ഷെ ഇതെങ്ങനെ കാണിക്കുമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് 3 ഷെയറിങ് കേട്ടോ അത്. അപ്പോൾ 2 പിള്ളേരില്ലാത്ത സമയവും പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ വലിയ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നോക്കട്ടെ അത് കാണിക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ട്. സോ ഗൈസ്, ഇതാണ് ആ ഡ്രസ്സ്. ഞാൻ ചെറുതായിട്ട് മൂട്ടിയൊന്ന് കെട്ടി ഒരു മാല എടുത്തിട്ട് ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു മെന വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഡ്രസ്സിൻ്റെ മെന എൻ്റെ മുഖം തന്നെ പോവും. അതുകൊണ്ട് മാത്രം കേട്ടോ. സോ ഇതാണ് ഡ്രസ്സ് ഫുള്ള് ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ബെഡല്ല, ഇതെൻ്റെ റൂംമേറ്റിൻ്റെ ബെഡാണ്. ഇതിന്മേൽ കയറി നമ്മൾ കണ്ടാൽ, പക്ഷെ കുഴപ്പമില്ല, അവളെ നമ്മുടെ ചാനൽ കാണുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കാണിച്ചു തരാം, വെയിറ്റ്. അമ്മേ, യെസ്, ഇതാണ് ആ ഡ്രസ്സ്. കാണുന്നുണ്ടോ? അവിടെ നിന്നാണ് ലൈറ്റിൽ. യെസ്, ഇതാണ് ഡ്രസ്സ്. പിന്നെ ഏകദേശം ഹൈറ്റ് ലെങ്ത് കണ്ടു, ഇത്രയും. അതിനാണ് ഞാൻ ഇത്രയും ലെങ്ത് വരുന്നുണ്ട്, ഇത്രയും. അങ്ങനെ വല്ലാണ്ട് നേടടിക്കണ ഒന്നുമില്ല, കാരണം നേടടിക്കുന്നതൊക്കെ കാണാണ്ട് ചെറിയ ഒരു ഫ്ലെയറൊക്കെ ആയിട്ട് ഇറ്റ്സ് ഫൈൻ. ഇതാണ് ഡ്രസ്സ്. ബാക്കൊക്കെ കാണിച്ചാൽ ബാക്കും ഫ്രണ്ടൊക്കെ ഒരേപോലെ തന്നെ, വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അയ്യോ, ഇതാണ് ബാക്ക്. സോ ഇതാണ് ഡ്രസ്സ്. കൊള്ളാമല്ലേ? ആക്ച്വലി ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഞാൻ ഷീനിൽ നിന്ന് ഓർഡർ ചെയ്ത്, പക്ഷെ ഞാൻ ഇവിടുത്തെ ഷീനിൽ നിന്നല്ല ഓർഡർ ചെയ്ത്, ഞാൻ UAE-ത്തെ ഷീനിൽ നിന്ന് ഓർഡർ ചെയ്ത്. ഞാൻ ബാക്കി അവിടെ നിന്ന്, ഞാനിപ്പോൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ അത് അവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കൂടെ ഞാനൊരു എറ്റ്യൂഡിൻ്റെ വാട്ടർ ടിന്നില്ലേ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, മറ്റേ ചെറിയ ഷെയ്ഡിൽ, അത് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് ഐറ്റം. കൊള്ളാമല്ലേ? ഇട്ട് കാണിച്ചു തരാം. നല്ല, എൻ്റെ ഭയങ്കര ഒരു സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. എനിക്ക് എന്ത് തൊട്ടാലും പെട്ടെന്ന് കൂര് വരും. പക്ഷേ ഇതിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് നൈക്കയുടെ മറ്റേ പിങ്ക് സെയിലില്ലേ, അതിന് വാങ്ങിയത്. കൊള്ളാമല്ലേ? ഇത് ലിപ്സിലും ഇടാൻ പറ്റും, പക്ഷേ എൻ്റെ ലിപ്സിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, കാരണം എൻ്റെ ലിപ്സ് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ്. ഇത് എത്രത്തോളം എനിക്ക് സ്യൂട്ടാവും എന്നറിയാത്തതുകൊണ്ട് ഞാൻ ചീക്കിലിടാനാണ്, ബ്ലഷായിട്ട് ഇടാനാണ് ഇത് ഉദ്ദേശിച്ചത്. അപ്പം അതിന് പക്കയാണ്. ഞാൻ ചുണ്ടത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ ഇട്ടുന്ന ലിപ്സ്റ്റിക്ക് കളഞ്ഞു. ഇതാണ് പിഗ്മെൻറ്റേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഇത്രത്തോളം പിഗ്മെൻറ്റ് കേട്ടോ എൻ്റെ ലിപ്സ്. ഞാനത് ഇത് മൈക്കല്ലേ, ഞാനിത് മൈക്കാന്ന് വിചാരിച്ചപ്പോഴേക്കൊക്കെ ഞാൻ ഇട്ടാൻ തരാം. ഓക്കെ, ഇതാണ് ചുണ്ടത്തിട്ട്. കുഴപ്പമില്ല, ആക്ച്വലി
ചുണ്ടത്തും വർക്കാവുന്നുണ്ട്. കൊള്ളാം. ചുണ്ടത്ത് കൊള്ളാല്ലേ? യെസ്, പിങ്ക്. ഇതേപോലത്തെ ഡാർക്ക് ലിപ്സിലും സാധനം വർക്കാവുന്നുണ്ട്. കൊള്ളാം. സോ ഗൈസ്, അത്രയേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.